മെട്രോ സ്റ്റേഷൻസിന് ബ്രാൻഡുകളുടെ പേര് കൊടുക്കുന്നു, അങ്ങനെ അതിന് സെല് ചെയ്യുന്നു. അപ്പോൾ KSRTC ഡിപ്പോകൾക്ക് അങ്ങനെ പേര് കൊടുക്കാന്നാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത്. അത് കിടിലൻ ഐഡിയ കേട്ടോ. നമ്മൾ കൊച്ചി മെട്രോ തന്നെ നടത്തിയതാണ്. ഇന്റൽമണി വന്നു, നിർമ്മൽ, അങ്ങനത്തെ കുറെ ഇഷ്ടം പോലെ നമ്മൾ ആദ്യമൊക്കെ കണ്ടതല്ലേ കൊച്ചി മെട്രോ, സ്ഥലങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു ബ്രാൻഡിങ് കൂടി വന്നപ്പോൾ അവർക്ക് വെറും ഒരു പേരിന്റെ പുറത്ത് മാത്രം എത്ര പൈസ കിട്ടിയെന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ അത് മാത്രമല്ല, ആ ഡിപ്പോട്ടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പൊ കമ്പനിയുടെ ബ്രാൻഡിങ് കൂടി ഉണ്ട്. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള പ്രശ്നം കൂടെ നമുക്കവിടെ മാറിക്കിട്ടി എന്നുള്ളൊരു ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ KSRTC ഡിപ്പോട്ടുകളുടെ ഇൻഫ്രാ പ്രശ്നം. അത് നമുക്ക് ഇങ്ങനെ പേരുകൾ മാത്രം കൊടുത്താൽ മതി. എനിക്കൊന്ന് പേരിടാൻ നമ്മൾ ക്ലയൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ക്ലയന്റിനെ ബ്രാൻഡിങ് നടത്തി കഴിഞ്ഞാൽ ഡിപ്പോ നന്നാവും. ചിലപ്പോൾ ഡിപ്പോ നല്ല പെയിന്റ് അടിച്ച് നല്ല ബാത്റൂം ടോയ്ലറ്റ്സ് കിട്ടും, നല്ല മെയിൻ്റെനൻസ് ആവും. അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന നിസ്സാരമാണ്, പക്ഷേ അതൊക്കെ ഒന്ന് നടപ്പിലാക്കി കഴിഞ്ഞാൽ KSRTCയുടെ മുഖം തന്നെ മാറി. ഞങ്ങൾ കോളേജിൻ്റെ രാജഗിരി കോളേജിൻ്റെ സ്റ്റേഷൻ പൈപ്പ് ലൈൻ സ്റ്റേഷൻ എന്നാണ് KSRTCയിൽ പറയാറ് ടിക്കറ്റിൽ. അപ്പോൾ അത് വേണമെങ്കിൽ ഞങ്ങളൊരു കോളേജിന് മേടിക്കാൻ പറ്റും. ഒരു 10,000 രൂപക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രാജഗിരി പൈപ്പ് ലൈൻ, രാജഗിരി പൈപ്പ് ലൈൻ അല്ലെങ്കിൽ രാജഗിരി സ്റ്റോപ്പ്, ഇരിഞ്ഞാലക്കുട ഇന്റൽമണി, അത് 2 ലാഭം മാത്രമേ ഉള്ളൂ.